എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിലെ ഇക്കിഴി റിയാക്ഷനാണ് വേട്ടയ്യൻ. TJ ജ്ഞാനവേൽ സംവിധാനം ചെയ്ത് രജനീകാന്ത് നായകനാവുന്ന സിനിമയാണ്. രജനീകാന്ത് എന്ന് മാത്രം പറയാൻ പറ്റില്ല കേട്ടോ, ഒരു നീണ്ട ലിസ്റ്റ് തന്നെ ഉണ്ട്. രജനീകാന്തും ബിഗ് ബി. അതെ, അതായത് ബോളിവുഡിൽ നിന്നൊരു സൂപ്പർ സ്റ്റാർ ആരാ, ബിഗ് ബി. പിന്നെ നമ്മുടെ വേൾഡ് വൈഡ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. ഇത് തന്നെ വലിയൊരു സംഭവമാണ്. ഇനി കൂടുതൽ പറയേണ്ട കാര്യമില്ല. പക്ഷെ എങ്കിലും വലിയ താരനിരയുണ്ട്. മഞ്ജു വാര്യർ ഉണ്ട്, ഫഫ ഉണ്ട്, റാണ ദഗുപതി ഉണ്ട്, പിന്നെ നമ്മുടെ ഋതിക ഉണ്ട്, ദുഷര വിജയൻ ഉണ്ട്. അങ്ങനെ വമ്പൻ താരനിരയാണ്. പോരാത്തതിന് അനിരുദ്ധും മ്യൂസിക്കും തകർക്കുകയാണ് ആളെന്തായാലും. യെസ്, സെക്കൻഡ് സിംഗിൾ ഉടനടി വരും എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റിയത്. അതിൻ്റെ ഒരു പ്രൊമോ പോലെ സാധനം വന്നത് ഒരു ഒന്നൊന്നര മുതല കേട്ടിട്ട് സാധനം കൊള്ളാം. അതിന് സിനിമയിലേക്ക് വരുമ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന അറിയില്ല. പക്ഷെ കേട്ടിടത്തോളം ഗംഭീര സാധനം കേട്ടോ. വരും പുറകെ വരും. ഏതിന്നാണ് എടുത്തേക്കുന്നത് എന്നുള്ളത് പുറകെ വരും. അത് വേറെ. പക്ഷെ അതിന്റെ ഈ പ്രൊമോ കേട്ടിട്ട് നമുക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ഇതുമായിട്ട് സാമ്യം തോന്നിയിട്ടില്ല. പക്ഷെ കൊള്ളാം. ഇപ്പൊ നീ ഇത് പറഞ്ഞത് നന്നായി. എന്താണെന്നറിയോ, ഇത് കേട്ടിട്ട് ഇതിന്റെ സാമ്യം ഉള്ളത് എടുത്തു വെച്ചിട്ടുണ്ടാവും. ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇപ്പൊ നമുക്ക് സാമ്യം തോന്നിയില്ല എന്ന് പറയുമ്പോ എന്തായാലും ഇൻസ്റ്റയിൽ അയച്ചു തരും സാമ്യമുള്ള സാധനം. ഇതാണ് ആ സാധനം. തീർച്ചയായിട്ടും. അല്ല, നമുക്ക് ഇത് ആദ്യം തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ആളുടെ എല്ലാ സോങ്ങുകളും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഇത് ഇന്നതാണ്, ഇന്നതിലെ ഇന്ന പോർഷൻ ഇന്നതാണ്, അങ്ങനെ ഫീൽ ചെയ്യും. പക്ഷെ ഇതെന്തോ അങ്ങനെ തോന്നുന്നില്ല അല്ലേ? എന്തായാലും അതിൻ്റെ സെക്കൻഡ് സിംഗിൾ വരട്ടെ. എന്തായാലും ഇന്ന് ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് ഉണ്ട്. സംഭവബഹുലമായിരിക്കുമല്ലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ ജയിലറിന്റെ ഓഡിയോ ലോഞ്ച് എന്തായിരുന്നു? അതെ, അത് വൻ വിപ്ലവം ഉണ്ടാക്കിയ ഓഡിയോ ലോഞ്ച് ആയിരുന്നു. ആ ലെവലിലേക്ക് എന്തായാലും പ്രാവശ്യം പോകില്ലായിരിക്കും. കാക്കയും പരുന്തും ഒക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ്. അത് നമ്മുടെ ലാൽ സലാം സിനിമയുടെ ഓഡിയോ ലോഞ്ചിലെ അത് അവസാനിപ്പിച്ചതാണ്. പിന്നെ അത് വിജയ് വീണ്ടും വേറെ രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ ഇനി അതെന്തായാലും രജനീകാന്ത് കൊണ്ടുപോകാൻ സാധ്യതയില്ല. കൊണ്ടുപോകാന്ന് വിചാരിക്കാം. ഇപ്പൊ വിജയിനെ വിട്ടല്ലോ, ഇപ്പൊ കളി അതല്ലല്ലോ, ഇപ്പൊ കങ്കുമയും വേട്ടയനല്ലേ. ഇനിയിപ്പോ സൂര്യക്കെട്ടുള്ള കുട്ടകളെ ആയിരിക്കും ചിലപ്പോൾ വരാൻ പോണത്. അതെ, അവർ തമ്മിൽ പ്രശ്നം ഉണ്ടെന്നല്ല കേട്ടോ. ഒക്ടോബർ 10 കങ്കുവ റിലീസ് ഡേറ്റ് പറഞ്ഞിരുന്നത്. അത് മാറ്റേണ്ടി വന്നു വേട്ടയൻ ഒക്ടോബർ 10 വെച്ചപ്പോൾ. അത് ജസ്റ്റ് ആ രസത്തിന് വേണ്ടി പറഞ്ഞതാണ്. എന്തായാലും ഒക്ടോബർ 10 സിനിമ വലിയ റിലീസായിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുൻപ് ക്യാരക്ടറുകൾ ഓരോന്നായിട്ട് ഇവർ റിവീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോ വീഡിയോ ആയിട്ട്. നമ്മളതൊക്കെ എടുത്തിട്ട് ഒരു ഗ്ലിംസ്, ഒരു സ്പെഷ്യൽ ഗ്ലിംസ് ആക്കിയിട്ടുണ്ട്, ഒറ്റ വീഡിയോ ആക്കിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. ഓക്കെ. ഋതിക പുലിക്കരിയാണ്. രൂപ അതെന്ത് രസമുണ്ടല്ലേ. ബൈ എന്നാണോ പറഞ്ഞത്? ബൈ പോയിന്ന്. ഇപ്പൊ ഭയങ്കരമായിട്ട് തിളങ്ങി നിൽക്കല്ലേ, കയറി വരികയാണ്. ശരണ്യ പോയിന്ന്. മഞ്ജു വാര്യർ ഡാൻസ് ഉണ്ടല്ലോ. താര പോയി പോട്ടെ, എന്നാ അടുത്ത് വരട്ടെ. റാണ ദഗുപതി. നടരാജല്ലേ, നടരാജ് പോയി ചിരിപ്പിക്കാനുള്ള സാധനം പോയി. ആള് ഒരു ഫണ്ണി ആയിട്ടുള്ള ക്യാരക്ടർ തോന്നുന്നല്ലേ. ഇത് പൊളിച്ചിട്ടോ. ആഹാ
ഹായ് ഓയ്. അടുത്തത് ബിഗ് ബേ. ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. ആ കലിക്കില ലുക്ക് കണ്ടിട്ടേ. സത്യദേവ് ആളുടെ ക്യാരക്ടർ എന്താന്നുള്ളത് പിടുത്തം കിട്ടിയില്ല. വലിയ ഓഫീസർ അതാണ് തോന്നുന്നത്. അങ്ങനെ എന്തെങ്കിലും ആവാനാണ് ചാൻസ്. അതെ അതെ. ബാക്കിയുള്ള എല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഋതിക സിംഗിനെയാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. ആള് പോലീസുകാരിയാണ്. അത് ആളുടെ കൂടെ തന്നെയുള്ള ഓഫീസർ ആയിരിക്കും. പിന്നെ മഞ്ജു വാര്യർ. പിന്നെ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ദുഷര വിജയൻ. ദുഷ്ര വിജയൻ അടിപൊളി ആക്ട്രസ് ആട്ടോ. കാരണം ഇപ്പൊ ഈ ലാസ്റ്റ് ചെയ്ത രായനിലാണെങ്കിൽ പോലും ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ സിനിമയിലും ചാൻസ് കിട്ടിയത്. ആളിപ്പോ അത്യാവശ്യം എല്ലാ വലിയ സിനിമകളിലും ഭാഗമാവുന്നുണ്ട്. അത് തന്നെയാണല്ലോ ഏറ്റവും വലിയ ഭാഗ്യം. അല്ല ആളുണ്ട് അതിലല്ലേ. അല്ല കഴിവുണ്ടെങ്കിൽ എവിടെ കിട്ടും എന്നുള്ളതിനുള്ള ഒരു തെളിവ് കൂടിയാണ് അത്. ആളെന്തായാലും ഇതിലൊരു പാവത്താൻ ക്യാരക്ടറാണെന്നാ ഫീൽ ചെയ്യുന്നത്. എന്തോ ഒരു ഇഷ്യൂ ആയിട്ട് ഇവരുടെ അടുത്തേക്ക് വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്. രായനില് നിനക്ക് എങ്ങനെയായിരുന്നു? പാവത്താനായിട്ടായിരുന്നു തുടക്കത്തിലൊക്കെ? അല്ല തുടക്കത്തില് കണ്ടപ്പോ പാവമായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ടെററായി. അല്ല ഇനി വേഷം മാറിയിട്ടുള്ള രീതിയാണോ എന്ന് പറയാൻ പറ്റില്ല. വേഷം മാറാന്നല്ല, സ്വഭാവം മാറാൻ എന്തിനാ വേഷം മാറുന്നു? പാവമായിട്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് കുറച്ച് കഴിയുമ്പോൾ സാഹചര്യം മൂലം പല മറ്റേ ഇതിലേക്ക് മാറുന്നത്. പക്ഷെ ഇത് രജനികാന്ത് മൂവി ആയതുകൊണ്ടേ അങ്ങനെ ഒരു പൂന്തുളയാട്ടം പെർഫോമൻസ്. അതിപ്പോ രജനികാന്ത് മൂവി ആണെന്ന് എഴുതിയിട്ട് ഇപ്പൊ ലേഡീസ് ചെയ്യേണ്ട ലേഡീസ് തന്നെ ചെയ്യണ്ടേ. അവര് ചിലപ്പോ കരയുന്നതോ അല്ലെങ്കിൽ അവര് കുറച്ച് കൂടുതലായിട്ട് ചെയ്യേണ്ടത് അവര് തന്നെ ചെയ്യേണ്ടി വരും. അതിപ്പോ രജനികാന്ത് ചെയ്യൂലല്ലോ. അതായത് ബാധിക്കപ്പെട്ട ആള് എന്നുള്ള രീതിയിൽ അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് ശരണ്യായിട്ടാണ് ഫീൽ ചെയ്തത്. ആ ഒരു സീനുകളിലേക്കൊക്കെ വരുമ്പോ മിക്കവാറും എന്തെങ്കിലും ഒരു ഇഷ്യൂ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടാകുന്ന ക്യാരക്ടർ. അതായത് ആ ഇഷ്യൂ പരിഹരിക്കേണ്ട ആൾക്കാർ പോലീസുകാർ അവരുടെ അടുത്തേക്ക് ഒരു സഹായം അല്ലെങ്കിൽ കേസുമായിട്ട് പോകുന്ന ആളായിട്ടാണ് ഇതിൽ ശരണ്യയുടെ ലുക്കൊക്കെ കണ്ടിട്ട് മനസ്സിലാവുന്നത്. അത് അങ്ങനെ തന്നെയാണ് തോന്നുന്നു. ടീച്ചറാണെന്ന് തോന്നുന്നു. അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അടുത്തത് മഞ്ജു വാര്യറാണ് കാണിച്ചിട്ടുള്ള താര. ആളുടെ വൈഫായിട്ടാണ് നേരത്തെ പുറത്തു വന്നത് തന്നെയാണ് സംഭവം. അത് എനിക്ക് തോന്നുന്നു അതായത് ഇവരെക്കാളും പ്രാധാന്യം ചിലപ്പോൾ കുറവായിരിക്കാം. എനിക്കും ഫീൽ ചെയ്തൊരു സംഭവം. അതായത് മറ്റുള്ളവരെക്കാളിലൊക്കെ ഭാര്യ എന്നുള്ളത് എപ്പോഴും ഭാര്യനെ കാണിക്കാൻ പറ്റില്ലല്ലോ. ഓഫീസും കാര്യങ്ങളും വർക്കും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു പ്രാധാന്യം ഉണ്ടാവുള്ളൂ തോന്നുന്നു. അതെ, എന്തായാലും ഋതികക്കും ദുഷറക്കുള്ള ഒരു പ്രാധാന്യം ആൾക്ക് ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. അതെ, ഉണ്ടാവില്ല തോന്നുന്നു കേട്ടോ. ഇത് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല കൊണ്ട് ജോലി വിളിച്ച് ആണല്ലേ. നല്ല പ്രാധാന്യം ഉണ്ട്. അതിനാണ് വിളിച്ചത്. ഒറ്റ മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം മാറി, മറുപടി മൊത്തം മാറി. ഓക്കെ, അടുത്ത് കാണിച്ചിരിക്കുന്നത് റാണ ദഗുപതി. വില്ലനാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കാം ചിലപ്പം. അതിപ്പം റാണ ദഗുപതിനെ മാത്രം ഒന്നുമല്ല പറയേണ്ടത്, ഫഫേനെ പറയാം, വേണമെങ്കിൽ പറയാം. അതായത് ആള് കുറച്ച് കോമഡി ട്രാക്ക് ആണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഫണ്ണി ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഒക്കെ, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള നല്ല പ്രിന്റഡ് ഷർട്ടുകളാണ്, ജാങ്കോ ലുക്ക്. അപ്പൊ അങ്ങനത്തെ ഒരാളായിരിക്കാം ചിലപ്പം വില്ലനാണ്. ആരാണെന്ന് ഒന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി രജനീകാന്ത് തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. നായകനൊക്കെ ഞാൻ തന്നെയാണ്. രജനീകാന്തിന്റെ കൂടെ, അതായത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടെ നിൽക്കുന്ന ഒരു ടെക്കി രീതിയിലുള്ള ഒരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു. അതായത് 5ാം പാതിര സിനിമയില് നമ്മുടെ ശ്രീനാഥ് ബാസി കയറിയിരുന്നില്ലേ, ആ ലെവല്. ഇവരുടെ ഡിപ്പാർട്ട്മെന്റിലെ ആളല്ല, എന്നാൽ കൂടെ നിൽക്കുന്ന ഒരാള്. അങ്ങനെ ഫീൽ ചെയ്തത് ആവാം. ഇതൊക്കെ പഴയ സിനിമകൾ ഓരോന്ന് കണ്ടതിന്റെ ഒരു ഉദാഹരണമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അത് വെച്ചിട്ടാണ് ഇതൊക്കെ കണക്ട് ചെയ്ത് പോകുന്നത് കേട്ടോ. ഇതൊക്കെ വ്യത്യാസം ഉണ്ടോന്ന് സിനിമ കാണുമ്പോൾ അറിയുള്ളൂ. ഇപ്പൊ തന്നെ അവിടെ ഇരുന്ന് തെറി വിളിക്കരുത്, വെറുതെ പറയാന്ന് പറഞ്ഞിട്ട്. പിന്നെ നമ്മുടെ ബിഗ് ബി, അത് നമ്മൾ ആൾറെഡി പറഞ്ഞല്ലോ, അതായത് ഇവരൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവര് ഒരുമിച്ച് ഒരേ റേഞ്ചിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു സംഭവം അങ്ങനത്തെ ഒക്കെ ആയിരിക്കാം. എന്താ ജയിലർ വരെ എത്തിയപ്പോ ഒരേ റേഞ്ചിലൊക്കെ. ജയിലറിനെ കുറിച്ച് പറഞ്ഞത് കൊണ്ടേ, ജയിലറിലുണ്ടല്ലോ ഒരു സീന്, അതായത് ഒരു സോഫയിൽ അപ്പുറത്തും ഇപ്പുറത്തും ലാലേട്ടനും രജനീകാന്ത് ഇരിക്കുന്ന സീൻ, അതുപോലൊരു ഷോട്ട് ഇതിലുണ്ട്. റാണ ദഗുപതിന്റെ കൂടെ ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യോ പറയാൻ പറ്റൂല. മറ്റൊരു
ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിട്ടേ അവർ രണ്ടുപേരും ഒരുമിച്ച് കമ്പനി ഹിറ്റാക്കുവോ? അതാ പറഞ്ഞ അതിപ്പം അമിതാഭ് ബച്ചൻ ഉള്ളത് കൊണ്ട് ഒരിക്കലും പറയാൻ പറ്റില്ല. അമിതാഭ് ബച്ചനുണ്ട്, റാണ ദഗ്മതി മറ്റൊരു ഇൻഡസ്ട്രി, മലയാളത്തിൽ ഫഫ, മഞ്ജു വാര്യർ. അപ്പൊ ഏത് കോംബോയാണ് ഹിറ്റ് അടിക്കാൻ പോണെന്ന് നോക്കിയാൽ മതി. ഫഫ എന്തായാലും തുടങ്ങും, അത് ഉറപ്പാ. അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരാൻ പറ്റുന്ന കാര്യമാണ്. ആളുടെ ഭാഗം ഗംഭീര പൂണ്ട് വിളയാട്ടമായിരിക്കും. ആളുടെ വീഡിയോയിലേ രജനികാന്ത് ബാക്കിൽ ഇങ്ങനെ വന്ന് നിന്നിട്ടേ അപ്പൊ കണ്ടിട്ട് ഞെട്ടുന്നതും എന്നിട്ട് അത് ഭയങ്കര രസമുള്ള സീനാട്ടോ. അത് ഭയങ്കര വൈറലായി. എന്തായാലും വേട്ടയൻ ഒക്ടോബർ 10 ഇന്ന് ഓഡിയോ ലോഞ്ച് നടക്കുന്നുണ്ട്. നാളത്തേക്ക് എന്തെങ്കിലും അരിമണി വീട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതെ, നോക്കാം എന്തായാലും. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.